നിങ്ങൾ ഗുരുവായൂർ വരാണെങ്കിൽ മിസ്സാക്കാതെ പോകാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഞാനിന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാനും വിവിന്ന് വന്നിട്ടുള്ളത് ആനക്കോട്ട എലിഫൻറ്റ് ക്യാമ്പിലേക്കാണ് കേട്ടോ. ഇത് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കഷ്ടിച്ച് ഒരു 3 കിലോമീറ്ററിന് ഉള്ളിലാണ് കേട്ടോ ഉള്ളത്. ടിക്കറ്റ് ഡീറ്റെയിൽസൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാവേ. ഉള്ളിൽ ചെന്ന് നേരെ റൈറ്റിലേക്ക് പോകുമ്പോൾ തന്നെ ഞങ്ങൾ ഫസ്റ്റായിട്ട് ഈ ആനേനെ കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിന് അടുത്തുമൊക്കെ ആയിട്ട് ഒരുപാട് ആനകൾ ഇങ്ങനെ എന്താ പറയുക ടെൻറ്റ് പോലെ കെട്ടിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതുപോലെ നമുക്ക് അങ്ങോട്ടേക്ക് കടക്കാതിരിക്കാനായിട്ട് അവിടെ ഒരു കയറും കൂടെ കെട്ടി വെച്ചിട്ടുണ്ട്. ആന വിചാരിച്ച ഈ കയറൊന്നും ഒന്നല്ലെന്ന് അറിയെങ്കിലും നമുക്കൊരു മനധൈര്യത്തിന് വേണ്ടിയിട്ട് ആ കയർ അവിടെ ഉള്ളത് നല്ലതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു 20-25 ആനകൾക്ക് മേലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കൗണ്ടൊന്നും ഞാൻ എണ്ണീറ്റില്ല. എന്നാലും നമ്മൾ അതിനുള്ളിൽ ഇങ്ങനെ നടന്ന് കവർ ചെയ്യുന്ന ഓരോ സ്ഥലത്തും ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് ആനകളുണ്ടാവും കേട്ടോ. ഈ ആനേനെ കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. മ്യൂസിക് ഇല്ലാതെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ ആന എന്ന് പറയുന്നത് ഇതിൻ്റെ ഫുഡ് എടുക്കാനായിട്ട് കുറച്ച് ഇങ്ങോട്ട് അടുത്തോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സൈസും വെയിറ്റും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആനയായിരുന്നു. അതിന് കഴിക്കാനുള്ള ഫുഡ് അത് തന്നെ വന്ന് എടുത്ത് അതിൻ്റെ അവിടെ കൊണ്ടുപോയി വെക്കുമായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. കുണിയും പോകുന്ന കാണാൻ എന്ത് ഭംഗിയല്ലേ. വിവിക്കാണെങ്കിൽ ഈ ആനകളെയൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫുൾ ടൈം ആനേൻ്റെ വീഡിയോസ് അത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ കൂട്ടത്തിൽ ഇവിടെ വന്നപ്പോഴേക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അടുത്ത ഞങ്ങൾ കണ്ടിട്ടുള്ള ഈ ഒരു ആന ഇത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു ആനയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് തൊട്ട് ഓപ്പോസിറ്റുള്ള ഒരു ആനേനെ കൈ കാണിക്കുക, അവിടെ നിന്ന് നേരെ നിറച്ച് ഇങ്ങോട്ടേക്ക് ഒരു സിഗ്നൽ. ലവ് ബേർഡ്സ് ആണെന്ന് തോന്നുന്നു. അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആന എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ സൗണ്ടൊക്കെ ആക്കിയിട്ട് സംസാരിക്കുന്നുണ്ട്. നമുക്കൊന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്നു വരുമ്പോൾ അവിടെ ഒരു തിണ്ട് പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും വിവിയും കൂടെ കുറച്ച് സമയം അവിടെ ആയിരുന്നു. ബാക്കിലുള്ള ആനേനെ ഒരു ഇച്ചിരി പേടിയുണ്ടെങ്കിലും അവന് ചങ്ങലയൊക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമുള്ളത് ഈ ആനയാണ്. അത് സ്വയം ഇങ്ങനെ എന്താ പറയുക കുണി ആടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഏകദേശം നമ്മൾ ലാസ്റ്റിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ ആനേൻ്റെ വീഡിയോയും ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ അഡൽട്ട്സിന് 20 രൂപയും ചിൽഡ്രൻസ് ആണെങ്കിൽ 10 രൂപയും, അതുപോലെ നിങ്ങൾക്ക് ഫോണിൽ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ 25 റുപ്പീസും, സ്റ്റിൽ ക്യാമറ ആണെങ്കിൽ 100ഉം, പിന്നെ വീഡിയോഗ്രാഫി ആയിട്ട് എടുക്കാനായിട്ടാണെങ്കിൽ 1500 ആണ് കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ വരുവാണെങ്കിൽ മിസ്സാക്കാതെ പോകാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. നല്ല പച്ചപ്പും നല്ല അടിപൊളിയായിട്ട്, അതുപോലെ അവർക്ക് പാർക്കിങ്ങും ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വന്നിട്ടുണ്ടായത് ഓഹോ ബീച്ചിലേക്കാണ് കേട്ടോ. ഒരു സൈഡ് കായലും അപ്പുറത്തെ സൈഡ് കടലും ആണ് കേട്ടോ. എന്ത് ഭംഗിയുള്ളൊരു സ്പോട്ടാണെന്നറിയോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.